ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിക്ക വീടുകളിലും അടുക്കളയിൽ പതിവായി കാണുന്ന ഒന്നാണ് അവൽ. അവൽ ഉപയോഗിച്ച് പല വിധത്തിലുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളും നാം ഉണ്ടാക്കാറുണ്ട്. അവലിൽ തേങ്ങയും ശർക്കരയും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമാണ്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് അവൽ. എല്ലിനും പല്ലിനും ബലം നൽകുന്ന അവൽ കുട്ടികൾക്ക് നൽകാവുന്ന മികച്ചൊരു ഭക്ഷണം കൂടിയാണ്. പ്രഭാത ഭക്ഷണത്തിൽ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്താറുണ്ട്. പതിവ് പ്രഭാത ഭക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരീക്ഷിക്കാവുന്ന ഒന്നാണ് അവൽ കൊണ്ടുള്ള ഉപ്പുമാവ്. കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള അവൽ കൊണ്ടുള്ള ഉപ്പുമാവാണ്. അവൽ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ അവലൊന്ന് കഴുകിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി നമ്മുടെ അവലൊന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഈ അവൽ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അവലൊക്കെ വെള്ളത്തിൽ കുതിർന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. 2-3 തവണയൊന്നും കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് പിഴിഞ്ഞ് കഴുകിയെടുത്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ വെള്ളത്തിൽ എന്തിനാണ് കഴുകിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവലൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിൽ നന്നായി കഴുകി പിഴിഞ്ഞെടുക്കുന്നത്. ചിലർക്കൊക്കെ അവൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ ഹാർഡ്നെസ് കൊണ്ടാണ് ഇത് കഴിക്കാൻ ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവൽ ഇതുപോലെ ഒന്ന് നന്നായി കഴുകിയെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടോളും. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഴുകിയെടുക്കുന്നത്. നമ്മുടെ അവലൊക്കെ നന്നായി കഴുകിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അവലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, ചിരകിയ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില. സവാള ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇത് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. കൂടെ പച്ചമുളകും കറിവേപ്പിലയും. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള അധികം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകിയെടുത്ത അവൽ ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഉപ്പുമാവിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ തന്നെ അവൽ കഴുകിയതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അവൽ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ അവൽ കൊണ്ടുള്ള ഉപ്പുമാവ്. നമ്മുടെ ഈ അവൽ കഴുകിയെടുത്തിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവാണിത്. അവൽ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇതുപോലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാൽ അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊരു ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.